ഇസ്ലാം പറഞ്ഞു 8 വിഭാഗം ആളുകൾ. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. നിശ്ചയമായും ധർമ്മം, സദഖ, നിർബന്ധമായ സക്കാത്തിനെ പറ്റി അല്ലാഹു പറയാണ്. ആ സക്കാത്ത് ആർക്കൊക്കെയാണ്? ലിൽ ഫഖറായി, അഗതികൾക്കും, വൽ മസാകീനി, മിസ്കീനുകൾക്കുമാണ്, ദരിദ്രന്മാർക്കും മിസ്കീനുമാർക്കും. ഒന്നാമത്തെ വിഭാഗം ഫുഖറാവ്, ദരിദ്രന്മാർ. അത് ചോദിച്ചു വരും, ചോദിക്കാത്തവരുണ്ടാവും. വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഫക്കീർ, അവന്റെ ആവശ്യത്തിനൊന്നും തികയുന്നില്ല. ഫക്കീർ മിസ്കീനാവുമ്പോൾ കുറച്ചും അയാൾ ചോദിക്കൂല, അയാളുടേതായ പ്രശ്നങ്ങൾ ഒരു മനുഷ്യനോട് പറയൂല, അഭിമാന ബോധം കൊണ്ട് ഒരാളോടും മുണ്ടൂല, പ്രയാസം സഹിച്ചയാൾ മുന്നോട്ട് പോകും. അങ്ങനത്തെ ആളുകളെ കണ്ടറിഞ്ഞ് കൊടുക്കണം. ആ കിട്ടുന്നുണ്ട്, ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അയാൾക്ക് തീരെ തികയുന്നില്ല, ഒന്നിനും തികയുന്നില്ല. ധാരാളം അടിച്ചിട്ടല്ല, അയാളുടെ അത്യാവശ്യത്തിന് പോലും തികയുന്നില്ല. ചടങ്ങളാണ് ഇങ്ങനത്തെ കാലം. സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ, ഇസ്ലാമിക രാഷ്ട്രമുള്ളയിടത്ത് അതിന്റെ വിലായത്ത് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണാധികാരി, അവരെ അതിന്റെ കൃത്യമായ അധികാരം ഏൽപ്പിച്ചിട്ടുള്ള ആ നിലക്കുള്ള കൈകാര്യകർത്താക്കൾ, ഇസ്ലാമിലേക്ക് ഹൃദയം മെണക്കപ്പെടേണ്ടവർ, ആ നിലക്ക് ഇസ്ലാമികമായി ഇതിനൊക്കെ വിശദവിവരങ്ങളുടെ ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അടിമമോചനം എന്നതില്ല. ഒരു ഗാരിമീന, കടബാധ്യതർ, സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി കഷ്ടപ്പെട്ടവർ, ഒരുപാട് കടങ്ങളുള്ളവർ, സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി, അത്യാവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയവർ, അല്ലെങ്കിൽ വേറൊരാളുടെ കടത്തിന് ജാമ്യം നിന്ന് പെട്ടുപോയതാണ്. വേറൊരാളുടെ കടം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ അയാളെ വിശ്വസിച്ച് ജാമ്യം എന്നതാണ്. അങ്ങനെ ഇയാളുടെ പരിധിയിലായി ആ കടം, അയാളും അതിൽപ്പെടും. തനിക്ക് വേണ്ടിയോ മറ്റൊരാളുടെ പേരിലോ കടബാധ്യനായ ഒരാൾ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗം, യുദ്ധമാർഗമാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ മാർഗം പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനോ അല്ല, അത് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗം എന്ന് പറയുമ്പോൾ അവിടെ ഫീ സബീലില്ലാഹ്, ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടം, ആ ജിഹാദിന്റെ മാർഗം, അതിനുവേണ്ടി എന്നതാണ് ഉദ്ദേശം. വിശദാംശങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞാൻ അങ്ങോട്ടിപ്പോൾ പ്രവേശിക്കുന്നില്ല. വബിനി സബീൽ, 8ാമത്തെ വിഭാഗം വഴിയാത്രക്കാർ. ഒരു യാത്രക്കാരൻ ഇടയ്ക്ക് വെച്ച് പൊക്കറ്റടിക്കപ്പെട്ടു പോയി, അല്ലെങ്കിൽ അയാൾ കഷ്ടപ്പെട്ടു, അയാളുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാൻ നിവൃത്തിയില്ല, അയാൾ പ്രവാസിയായിട്ട് ഒരു രാജ്യത്ത് കുടുങ്ങി, അയാളുടെ നാട്ടിലെത്താൻ നിവൃത്തിയില്ല, ഒരു അടി മുന്നോട്ട് പോകാൻ അയാളെടുത്തൊന്നുമില്ല, കുടുങ്ങി നിൽക്കുകയാണ്. നാട്ടിലാണെങ്കിൽ വലിയ പണക്കാരനാണ്, എന്നാലും അയാൾ ആ നിലക്ക് വഴിപോക്കനായ യാത്രക്കാരനായ അയാൾ കുടുങ്ങിയെങ്കിൽ അയാൾക്കും സക്കാത്തില്ലെന്ന് ഇസ്ലാം വിഹിതം നിശ്ചയിച്ചിട്ടുണ്ട്. ഫരീദത്തൻ മിനല്ലാഹ്, അതൊക്കെ അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള നിയമമാണ്, അവൻ നിശ്ചയിച്ച നിർബന്ധമായ കാര്യമാണ്. അല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു എല്ലാ കാര്യവും നന്നായി അറിയുന്നവനാകുന്നു എന്ന് ഇസ്ലാം പറയുന്നു. അതുപോലെ തന്നെ പല ആളുകളും ചോദിക്കാണ്ട് കുടുംബങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? കുടുംബത്തിൽ അർഹരായ ആളുകളുണ്ടെങ്കിൽ കൊടുക്കാം. എപ്പോഴും നേർക്കുനേരെ കൊടുക്കുന്നതിനേക്കാൾ പൊതുവായിട്ട് കൊടുക്കുന്ന സക്കാത്ത് ശേഖരണ വിതരണ സംവിധാനങ്ങൾ, സെല്ലുകൾ ഉണ്ടെങ്കിൽ അതിലേക്കാണ് എപ്പോഴും നല്ലത്. അതല്ല, നേരിട്ട് കൊടുക്കുകയാണെങ്കിലും നമുക്ക് കൊടുക്കാം, നമ്മുടെ കുടുംബത്തിലും കൊടുക്കാം. കുടുംബത്തിൽ നമ്മൾ അതുവരെ കൊടുത്തിരുന്ന മറ്റുള്ള ചെലവുകൾക്ക് ഇതിൽ വരവ് വെക്കരുത് എന്ന് മാത്രം. എന്റെ പെങ്ങൾ ഒരു പാവപ്പെട്ട പെങ്ങളാണ്, ആ പെങ്ങൾക്ക് വേണ്ടി എനിക്ക് സക്കാത്ത് കൊടുക്കാമോ? കൊടുക്കാം, അവൾ അർഹയാണെങ്കിൽ കൊടുക്കാം. പക്ഷെ അതല്ലാതെ തന്നെ, സക്കാത്തൊന്നും അല്ലാതെ തന്നെ ഞാൻ മുമ്പ് ഇങ്ങനെ കൊടുക്കലുണ്ടായിരുന്നു, അത് ഇതിൽ നിന്ന് കിഴിക്കരുത്. പണ്ടേ ഞാൻ സ്വതക്കാന്നുള്ള നിലക്ക് കുടുംബബന്ധം ചേർക്കുക എന്നുള്ള നിലക്ക് എന്റെ പെങ്ങൾക്ക് കൊടുക്കാറുണ്ട്, അത് ഇതിൽ നിന്ന് എന്ത് ചെയ്യരുത്, കിഴിക്കരുത്. ഇത് വേറെ, അത് പിന്നത്തോടെ തന്നെ ചെയ്യണം. ഒരു ഭർത്താവ് വളരെ പാവപ്പെട്ടവനാണ്, ഭാര്യയുടെ അടുത്ത് കുറെ മുതലുണ്ട് എങ്കിൽ പാവപ്പെട്ടവനായ ഭർത്താവിന് ഈ ഭാര്യയുടെ സമ്പത്തില്ലെന്ന് എന്ത് ചെയ്യാം? സക്കാത്ത് കൊടുക്കാം. അതേസരത്തിൽ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല, കാരണം ഭാര്യയുടെ ചെലവ് നടത്തേണ്ടത് ഭർത്താവാണ്, ഭർത്താവിന്റെ ചെലവ് നടത്തേണ്ടത് ഭാര്യയല്ല. അതുകൊണ്ട് ഭാര്യയുടെ സമ്പത്തിൽ നിന്ന് ആർക്ക് സക്കാത്ത് കൊടുക്കാം? ഭർത്താവിന് കൊടുക്കാം. ആരും കേട്ട് ആശ്വസിച്ച് ദുരുപയോഗം ചെയ്യരുത് കേട്ടോ. കളത്തുനിന്ന് പുറത്തു പോകില്ല, ഏതായാലും ഓളോട് നീ പറയാ, ഉണ്ടാക്കി ചെന്നിട്ടാണ്. അതൊക്കെ പടച്ചവനറിയാം ഞങ്ങളിതിന് അർഹനാണോ അല്ലേ. ഇതൊക്കെ അവിടുത്തെ കണക്കാണ്, പരലോകത്ത് നോക്കണ കണക്കാണ്. മസാലകൾ പറയുമ്പോൾ നമ്മൾ പറയാന്ന് മാത്രം. അവകാശിയാണോ? കൊടുക്കാം. അർഹതപ്പെട്ടതാണോ? വാങ്ങാം. വിരോധം